തിരക്കില്ലേ? അപ്പൊ ധ്യാൻ ചേട്ടൻ ഈ പാർശ്വ ഐശ്വര്യം ധ്യാൻ ചേട്ടന്റെ സിനിമകൾ പോലെ ഇനി എല്ലാവരും ഒരു ഇത് തന്ന മൊത്തമായിട്ട് ചേട്ടനൊന്ന് കാണാം. ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണാം. എന്റെ ഇന്റീരിയറോ ഞാൻ ചെയ്ത ഇന്റീരിയർ ഒരു സൈഡിലേക്കോ ചേട്ടാ ഇവിടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കാം അങ്ങോട്ട് ഓഫീസിൽ അവിടെ ഫ്രണ്ടിലല്ലേ വെച്ചിട്ടുള്ളത് ഫ്രണ്ടില് ചേട്ടന്റെ എല്ലാ സ്നേഹവും ചേച്ചിയോടുള്ളതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാങ്ങിക്കാനൊക്കെ അതെ ഓഫീസിലല്ലേ? ഓക്കെ ആണോ? ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാ ഞങ്ങളുടെ വകയാണ്. ചേട്ടാ ഒന്ന് പോട്ടെ, കറങ്ങി പോട്ടെ, ഒന്ന് പോട്ടെ ചേട്ടാ, ഒന്ന് കറങ്ങി പോട്ടെ. പിന്നെ ഈ ആഴ്ചയായിട്ട് മൊത്തം ചർച്ചാ വിഷയം എമ്പുരാനാണ്. ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാൻബോയാണ്. എക്സ്പെക്ടേഷൻ അപ്പുറം അതൊക്കെ എന്താ പറയട്ടെ, കുറേ കാലത്ത് അവരുടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സിനിമ. അതിനെക്കുറിച്ച് നമുക്ക് 22 വലിയ വിജയമായിരിക്കുന്ന പ്രതീക്ഷയുണ്ട്. എല്ലാവരും നമ്മുടെ എന്താ പറയട്ടെ എക്സ്പെക്ടേഷൻ സാധാരണ എല്ലാ പടത്തിനും കാണാൻ പോകാറില്ലാന്ന് പറഞ്ഞിട്ട് ലാൽ സാർ പടം, രാജുവേട്ടൻ്റെ പടം തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരുടെയും വലിയ ഫാൻസാണ്. അപ്പോൾ എല്ലാവരും പോകുമല്ലോ, ഞാൻ മാത്രമല്ല, കേരളം മൊത്തം വെയിറ്റ് ചെയ്യുന്ന സിനിമ തീർച്ചയായിട്ടും ഫസ്റ്റ് നോക്കണം. താങ്ക് യു. 10% ഡിസ്കൗണ്ട്, ധ്യാൻ ചേട്ടന് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതുകൊണ്ട് 20% കൂട്ടിയിട്ടുണ്ട്. അതെന്നല്ലേ പറഞ്ഞു. എന്റെ നിഷ്കളങ്കമായ ഹൃദയത്തിലൂടെ വന്നത് തിരിച്ചിരുന്ന ഷാപ്പാന്നായി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ആണ്.
വില കൂടിയ സാധനം കൊടുക്കണ്ടേ ഞാൻ താങ്ക് യു ചേട്ടാ. ധ്യാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ ഐശ്വര്യമായിട്ട് ഇപ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളത്തിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് അതെ, അത് പക്ഷേ കാര്യമാണല്ലോ. താങ്ക് യു. പോട്ടെ. അല്ല, ഇതിനിടെ ചായ കുടിക്കാനുണ്ടോ? വീട് തൊട്ടപ്പുറത്താ വന്ന ചായ എല്ലാവരും എന്നാ നമുക്ക് എല്ലാവരും കൂടെ പോകാമായിരുന്നു. മലയാളി ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവിടെ വെള്ളം കുടിക്കുന്നു. ഹലോ നമസ്കാരം. ഇതോ ആ കാണുന്നതാണ് എൻ്റെ ഫ്ലാറ്റ്. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. പാർവതി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കട ഉദ്ഘാടനം അല്ലെങ്കിൽ കട വെച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ആലോചിച്ചപ്പോൾ തൊട്ടടുത്ത് ആരുണ്ട്, വെറുതെ ഇരിക്കുന്ന ആരുണ്ടെന്ന് ആലോചിച്ചപ്പോൾ എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചത് രണ്ട് ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ സാധാരണ എറണാകുളത്ത് വന്ന കുറേ പേരുണ്ട് അല്ലേ. അപ്പോൾ ട്രാവൽ അലവൻസ് ഇല്ല, ചിലവില്ല, ഇവിടുന്ന് വരുന്ന പെട്രോൾ കാശ് എല്ലാം പാർവതി ലാഭിച്ചു. അതിൽ തന്നെ പാർവതി ഒരു മികച്ച ബിസിനസ്സുകാരിയാണ്. നമുക്ക് ഇത് വലിയ ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് വെച്ചാൽ ഈ കടയെത്തി. എന്തായാലും പാർവതിയുടെ ആദ്യ സംരംഭത്തിന് ആദ്യ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാ മുക്കിലും മൂലയിലും കഴിഞ്ഞ ദിവസം വരെ എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്തിനോട് ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ബൊട്ടീക്ക് തുടങ്ങിയാലോ എന്ന് പറയും. കാരണം മുക്കിന് മൂലയിൽ ഉള്ളൊരു സാധനമാണ് ഈ ബൊട്ടീക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാധനം പാർവതി തുടങ്ങണമെങ്കിൽ വെറുതെ ഒന്നും കണ്ട് പാർവതി ഇങ്ങനെ ഒരു സാധനം തുടങ്ങില്ല എന്നുള്ളൊരു ഇത് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്തായാലും ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ചിന്തയും ആലോചനയും ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം തീർച്ചയാണ്. പാർവതിയുടെ ബിസിനസ്സുകാരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെലവുരുക്കലിന്റെ ഭാഗമായി ഈ ഉദ്ഘാടനം വലിയൊരു ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യെസ് ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പോൾ പഠിച്ച രണ്ടാൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പം മേളിലാണ് നമ്മൾ എല്ലാം നടക്കുന്നത്. ഇപ്പം മഴ ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റേജ് എല്ലാം മാറ്റിയത് കേട്ടോ. അതൊന്നുമല്ല, സ്റ്റേജ് ഇല്ലായിരുന്നു, സ്റ്റേജ് പൊളിച്ച് മാറ്റിയതാണ് അല്ലേ. ഓക്കെ, നമ്മളിലോട്ട് പോവാം. നല്ല സൗഹൃദത്തിൽ നിന്നാണ് നല്ല നല്ല ബിസിനസ്സുകളും നല്ല നല്ല പ്രോജക്റ്റുകളും ഉണ്ടാവുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല. ഒരു 3-4 വർഷമായി. അപ്പോഴൊന്നും നമ്മളിങ്ങനെ ഒരു കോൺവെർസേഷൻ വരുന്നേ ഇല്ല. ഞാനാണെങ്കിലും ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ശരൺ ഒരു ബിസിനസ് മൈൻഡഡ് ആയതുകൊണ്ട് തന്നെ ശരണ് ആ ബിസിനസ്സിനെ പറ്റി നല്ല ഗ്രാഹ്യമുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് വന്നത്. നമ്മൾ രണ്ടുപേരും വെസ്റ്റേൺ വേറൊരു ടോപ്പിക്കിലേക്ക് വന്നപ്പോഴാണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പം ശരൺ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ്. ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ആക്സസറീസ് ഇവിടെ കിട്ടുന്നില്ല, ഡ്രസ്സുകൾ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ പാർവതി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം നമ്മൾ കോമണായിട്ട് ഒരു ഡിസ്കഷനിടയിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യാമെന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും വന്നതിൽ. അപ്പം നിങ്ങളുടെ ഭാര്യമാർക്കല്ല, നിങ്ങളുടെ ഭാര്യയ്ക്കോ കാമുകിക്കോ
അമ്മയ്ക്കോ അനിയത്തിക്കോ ചേച്ചിക്കോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ദൈവത്തെ കൊണ്ട് എല്ലാവരും അവിടെ വന്നിട്ട് എല്ലാ സമാധാനത്തിൽ ക്യാമറയിലില്ലാതെ സമാധാനത്തോടെ കളക്ഷൻസ് ഒക്കെ കണ്ട് പർച്ചേസ് ചെയ്യുക. എല്ലാത്തിനും എവറി സിംഗിൾ പീസിനും 10% ഡിസ്കൗണ്ട് വരും കേട്ടോ. എല്ലാം സിംഗിൾ പീസസ് പോകാം. ഇനിയും ഇതിലും നല്ല ഒരുപാട് കളക്ഷൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. അത് നിങ്ങൾ പാർസൽ വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.